ശ്രീരാമദൂതൻ. ശ്രീരാമദൂതൻ. സീതാദേവിയെ അപഹരിച്ച രാവണന്റെ കോട്ടയിലെത്തിയ ഹനുമാൻ ലങ്കയിൽ കടുത്ത നാശം വിതയ്ക്കുകയും ലങ്കാധിപതിയുടെ നിരവധി സൈന്യാധിപന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. പരാക്രമിയായ ആ വാനരനു മുന്നിൽ തന്റെ സൈന്യം പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ രാവണൻ തന്റെ മകനായ ഇന്ദ്രജിത്തിനെ ഹനുമാനെ നേരിടാൻ നിയോഗിക്കുന്നു. ജഗൽ പ്രാണാനന്ദനായ ഹനുമാന്റെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ദ്രജിത്ത് ഗത്യന്തരമില്ലാതെ ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ഹനുമാനെ ബന്ധിക്കുകയും ചെയ്യുന്നു. ബന്ധനസ്ഥനായ ഹനുമാനെ സേന രാവണന് മുന്നിൽ ഹാജരാക്കുന്നു. വീരശൂരന്മാരായ തന്റെ സൈനികരെ കൊന്നൊടുക്കുകയും ഇന്ദ്രന്റെ പൂന്തോട്ടത്തെ വെല്ലുന്ന തന്റെ ഉദ്യാനത്തെ നശിപ്പിക്കുകയും ചെയ്ത ഹനുമാന്റെ കഥകൾ കേട്ട് രാവണൻ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ലങ്കയുടെ കോട്ടകൾ കടന്നു വന്ന് എന്ത് അഹമതിയാണ് നീ കാട്ടിയത്? ഒരു വാനറിന് ഇത്ര അഹങ്കാരമോ? ദേവന്മാർ സ്വപ്നത്തിൽ പോലും ഭയപ്പെടുന്ന ദശമുഖ രാവണന്റെ മുന്നിൽ നിന്ന് സ്വന്തം അതിക്രമം ന്യായീകരിക്കാൻ ഒരു വാനറിന് ഇത്ര ധിക്കാരമോ? ആരാണ് നീ? ജഗദാനന്ദകാരകനായ സാക്ഷാൽ ശ്രീരാമദേവന്റെ ദൂതനായ ഹനുമാനാണ് ഞാൻ. സീതാദേവിയെ കണ്ടെത്തുവാനാണ് ഞാൻ ഇവിടെ വന്നത്. നിർത്തുക കാട്ടുവാനരാ നിന്റെ വാചാട്ടോപം. ത്രിലോകങ്ങളെയും ചുട്ടരിക്കാൻ ശേഷിയുള്ള രാവണന്റെ കോപജ്വാലകളെ മറന്ന് സ്വന്തം തെറ്റിനെ നമുക്ക് മുന്നിൽ നിന്ന് നിസ്സാരവൽക്കരിക്കുന്നു. സീതാദേവിയോട് ക്ഷമ ചോദിച്ച് അവരെ തടവിൽ നിന്നും മോചിപ്പിക്കുക. പാപകരമായ ശ്രീരാമ മന്ത്രം ജപിച്ച് എന്റെ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക. നീ അന്ധനായി തുടർന്നാൽ സർവശക്തനായ രാമനാൽ നീ വധിക്കപ്പെടുമെന്നതിൽ സംശയമില്ല. ജയ് ശ്രീരാം. ആരവണേ ഈ ധിക്കാരിയായ വാനരനെ പിടിച്ചു കെട്ടു. Jai Shri Ram.